പണിപ്പാളി റിമോട്ട് വർക്കിംഗ് അല്ല. ബാറ്ററിക്ക് പുതിയ ബാറ്ററിയാണ്. റിമോട്ട് കംപ്ലൈൻ്റ് ആണ് കൂട്ടുകാരെ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോമങ്കിൾ ടോയ്സ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അൺബോക്സിംഗ് ടോയ് ഒരു RC ഹെലികോപ്റ്റർ ആണ്. ബോക്സ് കാണുമ്പോൾ ആരോ റിട്ടേണും കൊടുത്ത സാധനം എനിക്ക് തന്ന പോലെയുണ്ട്. അതുപോലത്തെ പാക്കിംഗ് ആണ് ഇവിടെ. എന്തായാലും നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് RC ഹെലികോപ്റ്ററിൻ്റെ ബോക്സ്. എക്സീസ് ഹെലികോപ്റ്റർ ഡ്യുവൽ മോഡൽ കൺട്രോൾ ഫ്ലൈറ്റ്, ഇൻഡക്ഷൻ ഫ്ലൈറ്റ്, പിന്നെ ഇൻഡോർ ഔട്ട്ഡോർ ഫ്ലൈറ്റ്, കൂൾഡ് ലൈറ്റ്സ്. ഇതൊക്കെയാണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. നമുക്കിനി ഈ ബോക്സ് ഓപ്പൺ ചെയ്യാം. ഇതാണ് ബോക്സിൽ വന്നിരിക്കുന്നത്. ഹെലികോപ്റ്റർ, റിമോട്ട് കൺട്രോൾ ആൻഡ് ചാർജിങ് കേബിൾ. നമുക്കിനി ഹെലികോപ്റ്റർ നോക്കാം. യെല്ലോ ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് ഹെലികോപ്റ്റർ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലീഫാണ്, ഫുള്ള് പ്ലാസ്റ്റിക് ആണ്. അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ട്. അതിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ലുക്കൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഹെലികോപ്റ്റർ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് റിമോട്ട് നോക്കാം. ഒരു വൈറ്റ് കളറുള്ള റിമോട്ട് വന്നിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാനുള്ളതും അപ്പ് ചെയ്യാനുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ബാറ്ററി തന്നിട്ടില്ല, നമ്മൾ മേടിച്ചിടണം. അടുത്തത് ചാർജിങ് കേബിളാണ്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഗ്ലാസ് വന്നിരിക്കുന്നത്. ഗ്ലാസ് അല്ലത് പെയിൻ്റാണ്, പ്ലാസ്റ്റിക് ആണ്. പിന്നെ ഇതിൻ്റെ ലീഫ്, ഫാൻ, പിന്നെ ഇതിൻ്റെ മോട്ടറും കാര്യങ്ങളും ഇതിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഇതിൻ്റെ സെൻസറുണ്ട്. പിന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാർജ് ചെയ്യാനുള്ള സ്ലോട്ടും താഴെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ലൈറ്റ് ഉണ്ട്. ഇത് ഓൺ ആക്കുമ്പോൾ ലൈറ്റ് തെളിയും. ഹെലികോപ്റ്ററിൻ്റെ ടേയിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഹെലികോപ്റ്റർ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് റിമോട്ടിനെ പരിചയപ്പെടാം. വൈറ്റ് കളറിൽ വരുന്ന റിമോട്ട്, 2 LED ലൈറ്റ്, പിന്നെ 2 സ്വിച്ച് കൊടുത്തിരിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യാനും അപ്പ് ചെയ്യാനും. പിന്നെ ബാറ്ററി ഇടാനുള്ള സ്പേസ്. ഓപ്പൺ ചെയ്യുക. അതാ റിമോട്ടിൻ്റെ ബാറ്ററി. പിന്നെ ചാർജിങ് കേബിളുമാണ് ഇതിൽ വരുന്നത്. ഇത് ചാർജിങ് കേബിൾ അയച്ച് സ്ലോട്ട് ഇതാ ഇവിടെയാണ് ഇതിൻ്റെ കണക്ഷൻ വന്നിരിക്കുന്നത്. ഇതാണ് ചാർജിങ് സ്ലോട്ട്. ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യുക. പവർ ബാങ്ക് എവിടെയെങ്കിലും കണക്ട് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്യാം. അടുത്ത റിമോട്ട് എടുക്കുക, 2 ബാറ്ററി ഇടുക. സാധാ നമ്മളെ റിമോട്ടിനൊക്കെ ഇടുന്ന ബാറ്ററി ഇടുക. ഇനി ഈ സ്റ്റാർട്ട് ബട്ടൺ ഓൺ ആക്കുക. ഈ ലൈറ്റ് തെളിയുന്നില്ലല്ലോ. ബാറ്ററി ഇട്ടിട്ടും ലൈറ്റും തെളിയുന്നില്ല. റിമോട്ട് വർക്കിംഗ് അല്ലേ ഫ്രണ്ട്സ്? ഒരു അനക്കവും ഇല്ലല്ലോ. പണിപ്പാളി റിമോട്ട് വർക്കിംഗ് അല്ല. ബാറ്ററിക്ക് പുതിയ ബാറ്ററിയാണ്. റിമോട്ട് കംപ്ലൈൻ്റ് ആണ് കൂട്ടുകാരെ. നമുക്ക് ഈ ഹെലികോപ്റ്ററിൻ്റെ സ്വിച്ച് ഒന്ന് ഓണാക്കി നോക്കാം. ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്. ഫാൻ കറങ്ങി. ബട്ട് റിമോട്ട് വർക്കിംഗ് അല്ല കൂട്ടുകാരെ. ഓണാക്കുക. പക്ഷേ റിമോട്ട് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്കൊരു മണ്ടത്തോടം പറ്റി. ഞാനിത് റിട്ടേൺ ഡേറ്റ് കഴിഞ്ഞിട്ട് ഇത് അൺബോക്സ് ചെയ്യണം. അതുകൊണ്ട് ഇത് റിട്ടേൺ ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട്
പണിപാളി ഗൈസ്. ഇനി എന്ത് ചെയ്യും മല്ലയ്യ? നമുക്ക് ഏതായാലും ഹെലികോപ്റ്റർ ഓണാക്കി പറപ്പിച്ച് നോക്കാം. ഇതാ ഹെലികോപ്റ്റർ പറന്നുയരുകയാണ്. ചാർജ് കയറുന്നു ഗൈസ്. അതുകൊണ്ടാണ് നിലത്തോട് തന്നെ പോകുന്നത്. ഇതാ നമുക്ക് ഹെലികോപ്റ്റർ ഒന്നുകൂടെ ഓണാക്കി നോക്കാം. വീണ്ടും ശ്രമിക്കാം. ഇതാ ഹെലികോപ്റ്റർ താഴെ കൂടെ തന്നെ കറങ്ങുകയാണ്. അതിൻ്റെ ചാർജ് ഡൗൺ ആയെന്ന് തോന്നുന്നു. നമുക്ക് ചാർജ് ചെയ്ത് ഒന്നുകൂടെ നോക്കാം. ഇതാ ഹെലികോപ്റ്റർ പറന്നിരിക്കുന്നു. ഇതാ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ കയ്യിൽ റിമോട്ട് ഇല്ല. റിമോട്ട് വർക്കിംഗ് അല്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എവിടെയെങ്കിലും പോയി ഇടിച്ച് താഴെ വീഴുകയുള്ളൂ. ഇതാ പൊങ്ങുന്നു, താഴുന്നു. കൂട്ടുകാരെ, ഹെലികോപ്റ്റർ പറന്നുയർന്നിരിക്കുകയാണ്. ഇതാ യെസ്, നോ കൺട്രോൾ. അത് ഹെലികോപ്റ്ററിന് ഇഷ്ടമുള്ളിടത്തൂടെ അത് പോവുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നൂല് പൊട്ടിയ പട്ടം പോലെയാണ് ഹെലികോപ്റ്റർ പൊക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പിടിച്ചെടുത്തിരിക്കുകയാണ് കൂട്ടുകാരെ. അപ്പോൾ കേടായ റിമോട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. എൻ്റെ മണ്ടത്തരം കൊണ്ട് ഞാനത് നേരത്തെ അൺബോക്സിങ് ചെയ്തില്ല. അതുകൊണ്ട് റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല. ഇനി അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായില്ലെന്ന് എനിക്കറിയാം. നമുക്ക് എങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും കമൻറ്റൊക്കെ ഈ വീഡിയോയെക്കുറിച്ച് ഇടുക. പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഡിസ്ലൈക്ക് അടിച്ചു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചു. അപ്പോൾ നമുക്ക് അടുത്ത കേടാകാത്ത ഒരു ടോയ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ.